നിങ്ങൾക്ക് മുൻപിൽ വാഗ്ദത്തമുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ അതിജീവിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് വാഗ്ദത്തമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത്? നിങ്ങൾക്ക് മുൻപിലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന് പകൽ മരണത്തിൻ്റെ ശക്തികൾ കീഴടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇസഹാക്കിന് മകനുണ്ടാകും. ഇസഹാക്കിൽ നിന്നും തലമുറകൾ പുറത്തു വരും. അങ്ങനെ വരുന്ന തലമുറകൾ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇസഹാക്കിൽ നിന്നും സന്തതി പുറത്തു വരുമെന്ന വാഗ്ദത്തം ലഭിച്ച അബ്രഹാം ആ വാഗ്ദത്തെ മുറുകെ പിടിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു ശബ്ദം കേട്ടത്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ഇസഹാക്കിനെ നീ യാഗം കഴിക്കണം. യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് മരണത്തെ കാണിക്കുന്നതാണ്. അപ്പം തൊട്ടു മുമ്പിലൊരു മരണമാണ് വരാൻ പോകുന്നത്. പക്ഷേ അബ്രഹാം തൻ്റെ മകനെക്കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കും. എൻ്റെ മകനെ മരണം കീഴടക്കുകയില്ല. എൻ്റെ മകന് ഒരു കുടുംബജീവിതം ഉണ്ടാകും. അവനൊരു ഭാവിയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മരണം അവനെ കീഴ്പ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന് പകൽ മരണത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി നിങ്ങൾ കാണും. എന്നാൽ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം എന്താണ്? യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്. യേശു ക്രിസ്തു മടങ്ങി വരും. തന്നിൽ വിശ്വസിക്കുന്നവരെ, തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദത്തം ലഭിച്ച ഒരു ദൈവവൈതലിന് ഇന്ന് പകൽ നിശ്ചയമായി വിളിച്ചു പറയാൻ കഴിയും, മരണം എന്നെ കീഴടക്കുകയില്ല. ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരെല്ലാവരും ആ ജീവനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ യാത്രയായത്. ഇന്ന് അല്പനേരത്തേക്ക് ഞങ്ങൾ മണ്ണോട് മണ്ണ് ചേരുന്നുണ്ട്. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാഗ്ദത്തം മരണത്തിനപ്പുറമുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ മരണത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ വാഗ്ദത്തം നിത്യജീവനാണ്. യേശുക്രിസ്തു നമുക്ക് നൽകിയ വാഗ്ദത്തം നിത്യതയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം മരണത്തെ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറയണം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതെ, നമുക്ക് മുൻപിൽ വാഗ്ദത്തമുണ്ട്. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.